നനഞ്ഞ മുടി കെട്ടുന്നത് നമ്മളെ ഏറ്റവും വലിയ ഹെയർ ഡാമേജിന്റെ ജേർണിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയറിനെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഈസി ആൻഡ് ഹാബിറ്റ് സിമ്പിൾ വേ ആണ്. ഹായ് ബഡീസ്, ദിസ് ഇസ് റേവ്സ് വ്ലോഗ്സ് ആൻഡ് ടുഡേ ഈസ് ഡേ 15 ഓഫ് അവർ 30 ഡേയ്സ് ഓഫ് കൺസിസ്റ്റൻസി ഹെയർ കെയർ ചലഞ്ച്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഓഫ് ഹെയർ കെയർ കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ ഡേ 15 ആണ്. സോ ഗായ്സ്, നമ്മൾ ഫൈനലി എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ ചലഞ്ചിന്റെ ഒരു പകുതി പുഴയോളം നമ്മൾ കടന്ന് നീന്തി വന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ജേർണി അല്ല ഗൈസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ്. ബിക്കോസ് ഞാനെന്ന് പറയുന്നത് ഭയങ്കര മടി പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വെറുതെ പറയുന്നതല്ല. നോർമലായിട്ട് ഒരാൾ എത്രത്തോളം മടിയായിരിക്കും അതിൻ്റെ ഒരു 90% ഇരട്ടി കൂടി ഞാൻ അത്രയും മടിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതാണ്. പക്ഷെ അതും ഞാൻ ഫൈനലി ആ ഒരു പാത്ത് ഫോളോ ചെയ്തു. ദിസ് ഈസ് ബിക്കോസ് ഓഫ് യു ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഈ ഒരു മിഡ് ലെവലിൽ എത്തുമ്പോൾ അത് കംപ്ലീറ്റ്ലി എന്നെ ഒരു നല്ലൊരു പേഴ്സൺ ആയിട്ട് മുന്നോട്ട് നയിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത് ഇപ്പം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഞാനിതൊരു കൺസിസ്റ്റൻസി ഹെയർ കെയർ ചലഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് എനിക്ക് ഏറ്റവും മോശമായിട്ട് ആ ഒരു ടൈമിൽ തോന്നിയത് എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ ആയിരുന്നു. സോ എൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടവർക്കറിയാം, നല്ല രീതിക്ക് ഹെയറിൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാം, എൻ്റെ ഹെയറിൻ്റെ ഡാൻഡ്രഫ് ഒന്നും തന്നെയില്ല. ഇങ്ങനെ എൻ്റെ ഹെയറിനെ മാറ്റാൻ സഹായിച്ചത് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ഹെയർ കെയർ ജേർണിയാണ്. വി ആർ നൗ ഓൺ ഡേ 15th. അപ്പോൾ 15ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. വെറും ഒരു ഹാപ്പിനെസ് മാത്രമല്ല, അതായത് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 ദിവസം വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ് അല്ല. പേഴ്സണലി ഐ എം ഫീലിംഗ് ലൈക്ക് എന്താ പറയുക, എൻ്റെ മുടി നന്നായിട്ട് നല്ല ഒരു ഹെൽത്തി കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഭയങ്കര ഓയിലി സ്കാൽപ്പായിട്ടുള്ളൊരു ഇതാണ്. അതിന് എൻ്റെ ഭയങ്കര ഓയിലി ഹെയർ ആൻഡ് ഓയിലി സ്കാൽപ്പാണ്. അപ്പം എനിക്ക് അതിനൊരു നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി ബിക്കോസ് ഓഫ് ദിസ് ചലഞ്ച്. അപ്പോൾ നിങ്ങളും വൈകിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിന്റെ പാർട്ടാകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോളി. മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഒരുപാട് ലാഗായിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ഈ ഒരു ചലഞ്ചിലുള്ളത്. ഡെയിലി ഞാൻ 2 ഷോർട്സ് ആണ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീക്കിലി ഒരു ലോങ് വീഡിയോ ആണ്. എല്ലാ ഫ്രൈഡേ ആയിരിക്കും ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ആക്കാറ്. സോ ഫ്രൈഡേസ് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴാണ് ഞാൻ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ പല തരത്തിലുള്ള ജേർണിയിലൂടെ കടന്ന് ഇന്ന് ഈ ഒരു മൊമെന്റിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട് എൻ്റെ ചാനലിന്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നോക്കുമ്പോൾ ഞാൻ കുറേയൊക്കെ പ്രോഗ്രസീവായിട്ട് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ബാക്ക്വേർഡിലേട്ടും പോയിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ ഞാൻ പിന്നോട്ടും പോയിട്ടുണ്ട്. കുറേ കാര്യത്തിൽ ഞാൻ മുന്നോട്ടും വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ സംസാരിച്ചാണ് എൻ്റെ ലോങ് വീഡിയോ അങ്ങ് ഭയങ്കരമായിട്ട് നീണ്ടു പോകുന്നത്. അതെന്താ എനിക്കറിയില്ല, എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന ഭ്രാന്താണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. നമുക്കൊരു എയിം ഉണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ മരിച്ചു കിടന്ന് ചെയ്താലേ നമുക്ക് ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ പറ്റും എന്നല്ല. നമ്മൾ നല്ല സ്മാർട്ടായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യവും പോസിബിൾ ആണ്. സോ അതിന് ഏറ്റവും, അതായത് ഞാൻ എൻ്റെ ഹെയർ ആവട്ടെ, സ്കിൻ ആവട്ടെ, ബോഡി ആവട്ടെ, അതൊന്നും തന്നെ ഞാൻ കെയർ ചെയ്യാറില്ല. അതിൻ്റെതായ ഒരുപാട് പോരായ്മകൾ എൻ്റെ ബോഡിയിലായാലും സ്കിന്നിലായാലും ഹെയറിലായാലും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹെയറിനെ എപ്പോഴാണ് സിൻസിയറായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത്, ആ ഒരു ടൈം തൊട്ടാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ ആ ഒരു ഗ്രോത്തിനെ ആയാലും ആ ഒരു കണ്ടീഷനായാലും എനിക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കിയതിന് ശേഷമാണ് എൻ്റെ ഹെയറിനെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലേ, ഓരോ രീതിയിലുള്ള ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എന്നെ ഒരു കുറച്ചെങ്കിലും സ്ട്രോങ് ആക്കിയതും ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഫേസ്ബുക്കൊക്കെ റീസെൻ്റ്ലി ആണ് സ്റ്റാർട്ട് ആക്കിയത്. ഇൻസ്റ്റാഗ്രാമിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. കാരണം ഡെയിലി നമ്മൾ സ്റ്റോറീസ് ഒക്കെ ഇട്ട് അങ്ങനെ ആക്റ്റീവായിട്ടുള്ളത് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലോ ഒന്നുമില്ല. എന്നിട്ടും ഇന്ന് വരെയും സ്റ്റേബിളാണ്. പക്ഷേ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായ മുഹൂർത്തമുണ്ട്. കോമഡി, ഫൺ, സന്തോഷം,
ഓവർവെൽമിങ് അങ്ങനെ ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. മാത്രമല്ല എനിക്ക് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആകാൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ അത്രയും പാഷനബിളായിട്ട് എനിക്ക് അത്രത്തോളം ഇഷ്ടത്തോടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ തുടങ്ങണം, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചുമ്മാ ഹെയർ കെയർ കാര്യം ഹെയർ കെയർ ആകുമ്പം എനിക്ക് എൻ്റെ ഹെയറിനെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എൻ്റെ മടി മാറ്റി ഹെയർ കെയർ സ്റ്റാർട്ട് ആക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തത്. ഫൈനലി നമ്മൾ 30 ഡേയ്സ് ഓഫ് ഹെയർ കെയർ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ 15 ഡേയ്സ്, അതായത് നമ്മുടെ ഒരു പുഴയുടെ പകുതിയോളം നമ്മൾ നീന്തി എത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ജേർണി ഞാൻ ഒറ്റയ്ക്ക് നിന്നുണ്ടല്ലോ ഗൈസ്, നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ടാണ്. കാര്യം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്സും ഓരോ കമൻസും എന്നോടുള്ള റിപ്ലൈ ആയിട്ട് എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ കെയർ ചാനലിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരുപാട് ന്യൂ വ്യൂവേഴ്സ്, ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി വെൽക്കം ആൻഡ് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഹെയറിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടവർക്കറിയാം എൻ്റെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് ഡാൻഡ്രഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് കോൺഫിഡൻ്റ്ലി നിങ്ങളുടെ മുന്നിൽ ഒരു മടിയില്ലാതെ കാണിച്ചു തരാൻ പറ്റും. എനിക്ക് യാതൊരുവിധ ഡാൻഡ്രഫോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഹെയർ ഫോൾ നല്ല രീതിയിൽ എനിക്ക് കൺട്രോൾ ആക്കാനായിട്ട് പറ്റി. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കൺസിസ്റ്റൻസി ചലഞ്ച്. എന്നെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെയറിനെ കെയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ എങ്ങനെയാണോ ഉള്ളത് അതിനെ നല്ല ഹെൽത്തി കണ്ടീഷനിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ആവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും ഒരു കൺസിസ്റ്റൻസി ചലഞ്ച് അല്ല. ഞാൻ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ, സ്കിൻ കെയർ, നമുക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ ആ കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ ഇഷ്ടത്തോടു കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നല്ല രീതിക്ക് എനിക്ക് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. എൻ്റെ സ്കാൽപ്പൊക്കെ ഇങ്ങനെ തൊലി ഉരിഞ്ഞു വരില്ലേ, ആ ഒരു അവസ്ഥ പോലെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഞാനത് കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു. അത് എൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് ജേർണി കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചലഞ്ചിന്റെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെയും കൂടി കുറച്ചൊന്ന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലും കൂടി കുറച്ചൊന്ന് റീച്ച് ആക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ചാനലിനെ കുറച്ചൊന്ന് റീച്ചിലേക്ക് കൊണ്ടുവരാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെയിനായിട്ട് കൂടുതലും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയതും അതിനകത്ത് എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ സംസാരിക്കുന്ന രീതി ആയാലും വീഡിയോ ചെയ്യുന്ന രീതി ആയാലും ഒക്കെ കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നത്. കുറേ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് മടിയൊക്കെ ഉണ്ടായിരുന്ന കാര്യം, ഞാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരാളാണ്. കുറേ ദിവസം സത്യം പറഞ്ഞാൽ മടി പിടിച്ചിട്ടുള്ള രീതിയിലുള്ള വന്നു നിന്നും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് ചില ദിവസം ഭയങ്കര മൂഡ് സ്വിങ്സ്, സ്ട്രെസ് ഒക്കെ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ പോലും ഞാൻ എൻ്റെ ഹെയറിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ നേരത്തെയുള്ള ഞാനായിരുന്നെങ്കിൽ എനിക്കിന്ന് സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാത്ത, അല്ലെന്നുണ്ടെങ്കിൽ കെയർ ചെയ്തോ ഇന്ന് പറ്റില്ല, ഇന്നില്ലെങ്കിൽ എന്നാൽ നാളെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ ആ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറ്റി. ഗൈസ്, ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോയുടെ എൻഡിൽ അല്ലെങ്കിൽ മിഡിലായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പായിട്ട് ആക്കുക. കാരണം ഞാൻ ഓൾറെഡി ലോങ് വീഡിയോ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മളിത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ആക്കാൻ പോവാണ്. കഴിഞ്ഞൊരു വീക്കിൽ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പോലെ സ്കാൽപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അതായത് ഹെയർ 2 പാർട്ടീഷൻ ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു സ്കാൽപ്പിൻ്റെ അതായത് നമ്മുടെ ആ ഒരു ലൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നൂലിങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഹെയർ ലെങ്ത്തിൻ്റെ ടിപ്പ് വരെയും എടുക്കുക. എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കുക. സോ ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നൂലും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമുക്കിവിടെ എന്തെങ്കിലും എത്രത്തോളെങ്കിലും ലെങ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. വലിയ രീതിക്കുള്ള ലെങ്ത് ഒന്നും വെക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ നോക്കിയത്. പക്ഷേ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടോ. അതാ ഇത്രത്തോളം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 ഇഞ്ചോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. എൻ്റെ മുഖത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഇത്ര ഒരു റിസൾട്ട് ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി ഞാൻ അളന്നതിൻ്റെ വല്ല മിസ്റ്റേക്കാണെന്നും എനിക്കറിയില്ല. സീരിയസ്ലി ഗൈസ്, ഞാൻ ഇത്രയും ഒരു ഇത് പ്രതീക്ഷയില്ല കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ ഒരു മുഖത്ത് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. ഈ ഒരു റിസൾട്ടാണ് എനിക്കുണ്ടായത്. ഞാൻ ഭയങ്കര ഷോക്കാണ്. മേ ബി ഇനി ഞാൻ അളന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണെന്ന് അറിയില്ല. എൻ്റെ ടേപ്പില്ല, ഞാൻ ഈ ഒരു നൂല് വെച്ചിട്ടാണ് ഞാൻ അളക്കാറ്. സോ എത്ര ഇഞ്ചുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊരു 1 ഇഞ്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ ഒരു 1 വീക്ക് ആണോ എക്സാക്റ്റ് പറഞ്ഞാൽ എത്ര ഡേ ആണെന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക്
ഞാനാണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഞാൻ ഒട്ടും പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഭയങ്കര ഷോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ വ്യത്യാസമൊന്നും കാണില്ല. അഥവാ വ്യത്യാസം വന്നപ്പോൾ ഒരു പോയിൻ്റ് അടിക്കുന്നതാണ് വ്യത്യാസം കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫാൾ കുറവുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻഡ്രഫേ ഇല്ല ഇപ്പോൾ. നല്ല രീതിക്ക് ഹെയർ ഫാൾ കുറവുണ്ട്. ഇവിടുന്നൊക്കെ നല്ല കണക്ക് ബേബി ഹെയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഓവർ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് എൻ്റെ മുടി പോകുമെന്തോ അങ്ങനെ പോയാലേ ഉള്ളൂ. ഇനി ഞാൻ സീരിയസ്ലി പറയട്ടെ, ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ഇപ്പോൾ നമ്മുടെ 15 ഡേയ്സ് അല്ലേ, 15 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തതുകൊണ്ടാകും എന്താ എനിക്കറിയില്ല. നമ്മൾ ഓവറായിട്ട് ഹെയർ പാക്കോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ ഹെയറിനൊരു പ്രോപ്പർ കെയർ കൊടുത്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം എനിക്കിവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് അവൈലബിൾ അല്ല ഇവിടെ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വാങ്ങാനും എടുക്കാനായാലും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ എനിക്കിവിടെ ഒന്നും അവൈലബിൾ അല്ല. സോ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ഹോസ്റ്റലറിൻ്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. കാര്യം ഞാൻ ചെന്നൈയിൽ നിന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഹെയറിനെ പറ്റി വറി ആയിട്ടുള്ളത്. സോ എനിക്ക് ആ ഒരു എയിം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ചലഞ്ച് തുടങ്ങാമെന്ന് ആഗ്രഹിച്ചത്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ചലഞ്ചിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ആരും നമ്മുടെ ചലഞ്ചിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കാണുവാന്നുണ്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചലഞ്ച് യൂസ്ഫുൾ ആകും എന്ന് എനിക്കറിയായിരുന്നു പേഴ്സണലി. ലൈക്ക് അവരത് കമൻറ്റ് ചെയ്താലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും അത് പ്രശ്നമുള്ളൊരു കാര്യമില്ല. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടാക്കിയൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ എൻ്റെ മടി കുറച്ച് മാറ്റാൻ, എൻ്റെ ലൈഫിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവരാം, ഇതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. പക്ഷേ നൗ ഐം റിയലി ഹാപ്പി. ഈ ഒരു പാട്ട് എനിക്ക് ആഡ് ആക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മേ ബി ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ മിഡിലായിരിക്കും അത് ആഡ് ആക്കുക, അറിയില്ല. സോ എന്തായാലും ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1 വീക്കാണെന്നാണ് തോന്നുന്നത്. ഇനി 2 വീക്സ് ആണെന്ന് അറിയില്ല. വാട്ട് എവർ, എന്തായാലും ഒരു 1 മന്ത് ആണെങ്കിൽ കൂടി, 1 മന്ത് ആയിട്ടില്ല എന്തായാലും, അത് ഷുവറാണ്. കാര്യം നമ്മൾ 15 ഡേയ്സേ ആയിട്ടുള്ളൂ. സോ ഈ ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തിരിച്ച് ഹെയർ പാക്കോ കാര്യങ്ങളൊന്നും അപ്ലൈ ആക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് ഭയങ്കര റിയലി എക്സൈറ്റഡ്. അപ്പോൾ എനിക്കൊരു 30 ദിവസം അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ചലഞ്ച് ഈ ഒരു 30 ദിവസം കൊണ്ട് നിർത്തില്ല. മേ ബി നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന മീൻസ് ഈ ഒരു കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ വീഡിയോസ് നിർത്തിയാലും ഞാൻ ഈ ഒരു എൻ്റെ ലൈഫ് ഈ ഒരു ത്രൂ ഔട്ട് ജേർണി, അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ചലഞ്ച് ഫോളോ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഹെയറിനെ ഞാൻ കെയർ ചെയ്തപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് തന്നു. അതായത് നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കൊരു എപ്പോഴും നമ്മളൊരു കാര്യത്തിന് എക്സ്പെക്റ്റേഷൻ വെക്കുന്നത് നല്ലതല്ല. പക്ഷേ എന്നാലും അൺഎക്സ്പെക്റ്റഡായിട്ട് ഇത്രയും നമുക്കൊരു എനിക്ക് ഇതൊരു ഹെയർ കെയറിൻ്റെ പാറ്ററാണ് ഞാൻ പറയുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല സീരിയസ്ലി. സോ മേ ബി അടുത്ത മന്ത് അല്ലെങ്കിൽ ഇത്രയും കാണണം എന്നില്ല. നെക്സ്റ്റ് വീക്ക് എന്തായാലും എല്ലാ ഫ്രൈഡേയും ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ ചെക്ക് ചെയ്യുമ്പോൾ മേ ബി എനിക്ക് ഇത്രത്തോളം റിസൾട്ടൊന്നും കിട്ടണമെന്നില്ല. ബട്ട് ഈ ഒരു ഫസ്റ്റ് റിസൾട്ടിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്കിനി ഒന്നും വേണ്ട. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഇത്, മേ ബി ഞാൻ മെഷർ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. മെഷർ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിലും മേ ബി ഒരു 1/2 ഇഞ്ചെങ്കിലും കാണില്ലേ അല്ലേ. സോ ഐ എം റിയലി ഹാപ്പി ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കട്ടോ. അപ്പോൾ ഹെയർ കെയർ, അതായത് ഹെയർ വളരണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടും. ബിക്കോസ് ഞാൻ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പി. എൻ്റെ ഈ പറഞ്ഞ വീണ്ടും ഞാൻ പറയാൻ, എൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എൻ്റെ മുടിയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ കെയർ ചെയ്യാതിരുന്നാൽ ഷുവറാണ് പോവും. പക്ഷേ ഞാനിത് നിർത്തില്ല. എനിക്കിപ്പോൾ നല്ല എയിംസ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എവിടേക്കോ എന്തൊക്കെയോ എന്താ പറയുക, ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവത്തിൽ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ ബൈ. എന്ത് പ്രശ്നം വന്നാലും ശരി, ഞാൻ എൻ്റെ ഈ ഒരു ചലഞ്ചിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഹെയറിനെ കെയർ ചെയ്യാനായിട്ട് നോക്കി. എന്ന് വെച്ചിട്ട് ഡെയിലി അങ്ങ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനോ അങ്ങനെ ഒന്നും ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നിന്നില്ല. എൻ്റെ ഹെയറിനെ പ്രോപ്പറായിട്ട് സ്മാർട്ടറായിട്ടുള്ള ഒരു വേയിൽ നിന്നു. കാര്യം ഞാനിത് മെയിനായിട്ടും ഹോസ്റ്റലേഴ്സ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യിക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ഇത് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഹെയർ കെയർ ചലഞ്ചാണ് എൻ്റെത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഡിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലും മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരും. ഹെയർ കെയർ മാത്രമല്ല, വേറെ കുറേ പ്ലാനിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെല്ലാം നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ടൈമിൽ എല്ലാം സെറ്റ് ആകും. എല്ലാം നടക്കുന്നു വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഡെയിലി ഷോർട്ട് വീഡിയോ, ഞാൻ പറഞ്ഞല്ലോ ഡെയിലി 2 ഷോർട്ട് വീഡിയോയും ഫ്രൈഡേ ഒരു ലോങ് വീഡിയോ, ആ ഒരു രീതിയിലാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലായകയോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കത് റോങ് ആയിട്ട് ഫീൽ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും, അത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ഹെയർ കെയർ ടിപ്പ് അത് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഐ വിൽ ചെക്ക്. അതായത് ഞാൻ അതിനെപ്പറ്റി എന്തായാലും ഒന്ന് റിസർച്ച് ചെയ്തിട്ട് എന്താണ് കറക്റ്റ് എന്ന് നോക്കിയിട്ട് ഞാനത് ഉറപ്പായിട്ടും ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മുടെ ഈ ഒരു ജേർണിയിൽ എത്ര പേര് ജോയിൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
മേ ബി കാണുന്നവർക്ക് മേ ബി ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ടിപ്പെങ്കിലും മേ ബി യൂസ്ഫുൾ ആയിട്ട് അവർക്ക് ഫീൽ ആയിട്ടുണ്ടായിരിക്കാം. മേ ബി ചിലരൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെയാണ് അല്ലേ? അങ്ങനെയാണോ വാക്കെന്ന് എനിക്കറിയില്ല. എന്തോ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് വീഡിയോ ഇഷ്ടപ്പെടില്ല. ഇറ്റ്സ് അപ് ടു ദം അല്ലേ? അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ആക്കിയപ്പം ഞാൻ വെറുതെ വീഡിയോസ് ഇടുന്നു, ആരും കാണുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ നിർത്തി പോയ കാര്യം. എന്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ആരൊക്കെ ചലഞ്ച് എടുക്കുന്നൊന്നും നമുക്കറിയില്ല. എടുത്താലും ഇല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 30 days ഫോളോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ചലഞ്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ആക്കിയത്. സോ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഈ ഒരു ചലഞ്ചിനിടയിൽ തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ കൂടെ പോയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈം പോലും എനിക്ക് എന്റെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്റെ സ്ട്രെസ് പോലും അത്രത്തോളം എന്റെ ഹെയർ ഫോളിനെ അഫക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു ചലഞ്ച് പ്രോപ്പർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ്. എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു പ്ലാൻ ഫിക്സ് ചെയ്യുക, നിങ്ങളുടെ ഹെയറിന് ഒരു പ്ലാൻ ഫിക്സ് ചെയ്യുക, അത് കൺസിസ്റ്റന്റ്ലി ഫോളോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഹെയർ പാക്സോ കാര്യങ്ങളോ ഒക്കെ എന്റെ ചാനൽ തന്നെ നോക്കണമെന്നില്ല, വേറെ ചാനലിനായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ഹെയർ പാക്ക് അത് നിങ്ങൾക്ക് അപ്ലൈ ആക്കാം. അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ മുടിയെ സ്നേഹിക്കുന്നു, നമ്മുടെ മുടിയും തിരിച്ച് നമ്മളെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഒരു ഡേ ഉറപ്പായിട്ടും കിട്ടും. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലരുടെ ഒരു ചിന്താഗതി ഉണ്ട്, നല്ല നീണ്ട മുടിയുള്ള അല്ലെങ്കിൽ നല്ല വണ്ണമുള്ള തിക്നെസ് ആയിട്ട് ലെങ്ത് ഉള്ള മുടി ഉള്ളവരുടെ വീഡിയോസ് മാത്രം കണ്ടാലേ നമുക്ക് ഹെയർ കെയറിന് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കിട്ടും. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മൾ നമ്മുടെ മുടിയെ എപ്പോഴാണോ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഹെയർ ഗ്രോത്ത് സക്സസ് ആകും. ഒരു ദിവസം ഞാൻ അതിനുള്ള പ്രൂഫ് കാണിച്ചു തരാം. എനിക്ക് അന്നല്ലാതെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പൊ എന്റെ മുടിക്ക് അത്ര നീളമോ തിക്നെസ്സോ ഒന്നുമില്ല. തിക്നെസിന്റെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം തിക്നെസ് എന്ന് വെച്ചാൽ ഇവിടുന്നേ മുടി വളർന്ന് അങ്ങ് വരെ എത്തുമ്പോൾ ഒരു ടൈം എത്തും. നമ്മുടെ മുടിക്ക് ആ ഒരു പേഷ്യൻസ് വേണം നമുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇവിടെ നിന്നൊക്കെ കണ്ടോ ബേബി ഹെയർസ് ഒരുപാട് വരുന്നുണ്ട്. നേരത്തെ എനിക്കിങ്ങനെ ബേബി ഹെയർസ് ഒന്നും വന്നിട്ടേ ഇല്ല. വന്നിട്ടുണ്ട്, നമ്മൾ ഹെയർ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ബേബി ഹെയർസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എന്റെ ഹെയറിന് ഒരു ഹെൽത്തി കണ്ടീഷൻ എത്തി എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനിപ്പോൾ ഞാൻ ഹെയർ കെയർ നിർത്തി ഒരു 2-3 ദിവസം ഇരിക്കുമ്പോൾ വീണ്ടും എന്റെ മുടി പഴയ ലെവലിലാവും. അതുകൊണ്ട് നമ്മൾ ഹെയർ കെയർ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. നമ്മൾ നോർമലി കുറേ കാര്യങ്ങൾ ഡെയിലി റുട്ടീൻ പോലെ ചെയ്യില്ലേ, അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഹെയർ കെയർ ഒന്ന് കൊണ്ടുപോകാം. എനിക്ക് ഡെയിലി റുട്ടീനേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം ഞാൻ ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. സ്റ്റിൽ എനിക്കൊരു കറക്റ്റ് ഒരു ഡെയിലി റുട്ടീനൊന്നും ഇല്ല. ഓക്കെ, എന്റെ ലൈഫ് ഇങ്ങനെ ലെവലപ്പ് ആ ഒരു സ്റ്റേജിലാണ്. ഇങ്ങനെ അപ്പിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനിടയിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. എന്നാലും നമ്മുടെ എയിം എന്താണ്, അപ്പ് അല്ലെ? ആ ഒരു എയിമിൽ ഫോക്കസ് ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു എക്സാക്ട് ഡെയിലി റുട്ടീൻ ഇപ്പം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നാളെ ഞാൻ നീട്ടി വെക്കുന്നില്ല, ഇന്ന് തന്നെ ഒരു ഡെയിലി റുട്ടീൻ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കുക. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അതെല്ലാം നിങ്ങളുടെ മൈൻഡ് ബേസ് ചെയ്തിരിക്കും. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ജേർണിയിൽ നമ്മൾ അധികം ഹെയർ പാക്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫും ഹെയർ ഫോളും മാറ്റുക എന്നുള്ളത് തന്നെയാണ്. കാര്യം അത്യാവശ്യം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്, ഡാൻഡ്രഫ്, ഹെയർ ഫാൾ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നിർത്തിയാൽ തന്നെ നമ്മുടെ ഹെയർ അത്യാവശ്യം ഹെൽത്തി കണ്ടീഷനിലേക്ക് വരും. പിന്നെ നമ്മുടെ ഹെയറിനെ മോയ്സ്റ്റൻ ആക്കി സൂക്ഷിക്കുക, നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെയർ ഒരുവിധം ഓക്കെ, ഇനി ഞാൻ വളരാം, എനിക്കിപ്പോൾ കുറച്ച് ഉന്മേഷമൊക്കെ കിട്ടി എന്നുള്ള ലെവലിലേക്ക് വരും. ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കുക എന്ന ഉള്ളൊരു എയിം കൂടി എനിക്കുണ്ടായിരുന്നു. ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്തവർക്ക് ഉറപ്പായിട്ടും അത് കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയല്ല എന്നുള്ളവർ താഴെ ഒന്ന് കമന്റ് ആക്കിക്കോ, അപ്പോൾ എനിക്ക് മനസ്സിലാവും. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സ്റ്റിൽ ഇപ്പോഴും. അവർക്കൊക്കെ ഞാൻ ക്ലാരിഫൈ അവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നവരുണ്ട്, വാട്സപ്പിൽ അയക്കുന്നവരുണ്ട്, യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ മടിയുള്ളവർ അങ്ങനെയും ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾക്ക് കൊടുക്കുന്നതിലും നല്ല കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്ന് പറയാം, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. എല്ലാവരും ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരെ പെർഫെക്റ്റ് ഒന്നുമല്ല. പെർഫെക്റ്റ് നടിച്ച് നടക്കുന്നവരുണ്ടായിരിക്കും, അവരങ്ങനെ നടിച്ച് നടന്നോട്ടെ, അതിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അല്ലേ? നമ്മൾ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് മറ്റുള്ളവരല്ല തിങ്ക് ചെയ്യേണ്ടത്, നമ്മളാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ ആസ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരുപാട് ക്രിറ്റിസിസം, ഒരുപാട് നെഗറ്റീവ് കമന്റ്സ്, ഒരുപാട് പുച്ഛം, പരിഹാസം ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് കാലിലും മന്തുള്ളവനാണ് ഒരു കാലിലും മന്തുള്ളവനെ കുറ്റം പറയുന്നത്. ഒന്നുകിൽ അങ്ങനെ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് പറയാതെ അവർക്കൊരു മനസ്സുഖം, ഒരു പറഞ്ഞോട്ടെ, നമ്മൾ ഇതൊന്നും മൈൻഡ് ആക്കാൻ മുന്നോട്ട് പോവാം. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു എയിം ഉണ്ട്. സോ അതിലേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
അതൊക്കെ നമ്മളിങ്ങനെ വെട്ടിത്തളിച്ച് പോവുക. ഓക്കെ, വെട്ടിത്തളിക്കാനും നിൽക്കാറില്ല ഞാനിപ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ വരുന്നതൊന്നും ഞാൻ മൈൻഡേ ആക്കാറില്ല. കാര്യം അതിലേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ക്രിറ്റിസിസം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഇതൊക്കെ ഇഗ്നോർ ആക്കാനാണ് ഗൈസ് നമുക്ക് പാട്. അപ്പോൾ ഇത് ഇതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. കാര്യം ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഹെയർ കെയർ ടിപ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയർ ടിപ്സ് അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായത് നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി നല്ലൊരു ഹെയർ പാക്കാണ് എൻ്റെ മുടി വളരാൻ എനിക്ക് സഹായിച്ചു, അല്ലെങ്കിൽ ഡാൻഡ്രഫ് മാറാൻ സഹായിച്ചു, അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കുറേ ഹെയർ പാക്സ് കാര്യങ്ങൾ, ഹെയർ കെയർ ടിപ്സ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ എനിക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു കൺഫ്യൂഷൻ, അതായത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. കാര്യം ഞാൻ ഈ ഷോർട്ട് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. ചില വീഡിയോസ് ഞാൻ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ താഴ്ന്ന് കമന്റ് ആക്കണം കേട്ടോ. പിന്നെ എനിക്ക് വേറെ കുറച്ച് ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പം ഷോർട്സ് അല്ലെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുകയാണ്, വീർത്താണോ കുഞ്ഞിതാണോ ഉണങ്ങിയിരിക്കുകയാണോ വീർത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോർമലി ഒരു ഹെയർ കെയർ വീഡിയോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അതെൻ്റെ പേഴ്സണലി ഉള്ള കാര്യം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കമന്റ് ഇടുന്നവർക്കൊന്നും എനിക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും എനിക്ക് മറുപടി പറയാനില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ടെവർ, ഞാൻ എല്ലാവർക്കും കമന്റ് ചെയ്യാറുണ്ട്. കാര്യം എല്ലാം ഒരു ന്യൂട്രൽ വേയിലാണ് എടുക്കുന്നത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ആദ്യം നമുക്കത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് തോന്നുമല്ലോ ഫസ്റ്റ്. ഇപ്പൊ നമ്മളൊരാൾ വാവ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷം വരും അല്ലേ, നിന്നെ എന്തിനു കൊള്ളാടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നുകിൽ ദേഷ്യം വരും അല്ലെങ്കിൽ സങ്കടം വരും അല്ലേ, എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. പക്ഷെ പിന്നെ നമ്മൾ ആലോചിക്കും, അയ്യേ അവർക്ക് തോന്നുന്നത് അവർ പറഞ്ഞു, അതിനെന്താ, നമുക്ക് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഹെയർ കെയറിന്റെ കാര്യം പറഞ്ഞത് തന്നെ, ഇപ്പൊ എനിക്ക് വലിയ നീളമുള്ള മുടി തിക്നെസ് ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോ ഇടുന്നു, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെതായ ഒരു എയിമുണ്ട്. ആ ഒരു എയിമിൽ എത്തുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാം. അത് എനിക്കിപ്പോൾ പറയാൻ പറ്റും. നമ്മൾ ലക്ഷ്യത്തിൽ എത്തിയിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഇത്. അതല്ല, ലക്ഷ്യത്തിൽ എത്താൻ പറ്റാതെ ഫ്ലോപ്പായ അതിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാര്യം ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു കാര്യം ആണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. എൻ്റെ ഹെയറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഹെയറിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം. കാര്യം ഇത്രയും നാൾ എനിക്ക് ഹെയർ കെയർ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മടി കൊണ്ടാണ് ഞാൻ എൻ്റെ ഹെയറിനെ കെയർ ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഡേ 16, 17 അങ്ങനെ നമ്മുടെ 30 ഡേയ്സ് വരെ പോകും. പിന്നെ ഫൈനൽ ഡേ ഞാൻ എൻ്റെ ഹെയറിൽ വന്നിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ്. ഭയങ്കര മിറക്കിൾ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. കാര്യം ഓവർ ന്യൂട്രീഷനോ അങ്ങനെയൊന്നും തന്നെ നമ്മൾ ഇതുവരെ സപ്ലൈ ചെയ്തിട്ടില്ല. സോ അത്രത്തോളം എപ്പോഴും നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടോ ഒന്നും യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. അതൊക്കെ നമ്മൾ പ്രോപ്പർ ഒരു വെയിൽ കൊടുത്താൽ നമുക്കൊരു പോയിന്റിൽ നമ്മൾ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക, നമുക്കൊരു ടൈമിൽ കിട്ടും. ആ ഒരു കോൺഫിഡൻസോടെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. സോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം. അപ്പം എന്താ പറയാ, ഡേ 15 ഈവനിങ് ഡേ ഡൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഡേ 15 ഡൺ, ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ നമ്മുടെ 16ാമത്തെ ദിവസം നാളെയാണ്. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.